സിനിമാ കോൺക്ലേവിൽ ആ വലിയ സദസ്സിൽ അടൂർ ഗോപാലകൃഷ്ണൻ നടത്തിയ പ്രസ്താവനയാണ് വിവാദമായിരിക്കുന്നത്. ഇതിൽ ഇന്ന് അദ്ദേഹം വീണ്ടും ആവർത്തിച്ച താൻ പറഞ്ഞ കാര്യങ്ങളിൽ ഉറച്ചു നിൽക്കുന്നു എന്ന് പറഞ്ഞിരിക്കുന്നു. സംവിധായകൻ കൂടിയായ ഡോക്ടർ ബിജു നമുക്കൊപ്പം ചേരുകയാണ്. ഇത് ശരിക്കും സംസ്ഥാന സർക്കാർ വളരെ പ്രോഗ്രസീവായ ഒരു നീക്കമാണ് ഈ ഒരു ഒരു ഫണ്ടിലൂടെ നടത്തിയത്. പട്ടികജാതിക്കാർക്കും പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ടവർക്കും സ്ത്രീകൾക്കുമായിട്ട് ഒരു സിനിമാ പദ്ധതി തുടങ്ങുക എന്ന് പറയുന്നത് ഒരു പക്ഷേ മറ്റൊരു സ്റ്റേറ്റിലും ഉണ്ടാവാത്ത കാര്യമാണ്. അപ്പോൾ അതിന് അവർക്ക് മാത്രം അങ്ങനെ ഒരു ഇത് നൽകുമ്പോൾ അതിന് ഒരു ട്രെയിനിങ് ആവശ്യമാണ്. അതല്ലെങ്കിൽ അവരെ ട്രെയിൻ ചെയ്തതിന് ശേഷം മാത്രമേ സിനിമ നിർമ്മിക്കാൻ അനുവദിക്കാവൂ എന്ന് പറയുന്നത് ഇവരിൽ നിന്ന് അങ്ങനെ ഒരു നല്ല സൃഷ്ടികളൊന്നും ഉണ്ടാവില്ല എന്നുള്ളൊരു മുൻധാരണയുടെ പുറത്താണെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അത്തരത്തിൽ അങ്ങനെ അവരെ സമീപിക്കുന്നതിൻ്റെ ഒരു കാഴ്ചപ്പാടിൻ്റെ ഒരു പ്രശ്നമായിട്ട് തന്നെയാണ് തോന്നുന്നത്. ഒരിക്കലും അദ്ദേഹം അങ്ങനെ പറയാൻ പാടില്ലാത്തൊരു പ്രസ്താവന തന്നെയാണത്. ആ പ്രസ്താവനയ്ക്ക് തൊട്ടു പിന്നാലെ ആ വേദിയിൽ തന്നെ ചില പ്രതിഷേധങ്ങൾ ഉയരുന്നു. ഗായിക പുഷ്പവതിയെ പോലുള്ളവർ ഇതിനെ പ്രതികരിച്ചുകൊണ്ട് അവിടെ തന്നെ പ്രതികരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. തന്നെ ഇത്തരത്തിൽ പറയാൻ അവരെ ആരാണ് ക്ഷണിച്ചത്? അവരൊരു ഗായിക മാത്രമാണ്, ആ വേദിയിൽ എങ്ങനെ പങ്കെടുത്തു എന്നൊക്കെയാണ് ഇപ്പോൾ അടൂർ ചോദിക്കുന്നത്. അല്ല, ആ വേദി എന്ന് പറയുന്നത് കേരള സർക്കാരിൻ്റെ വേദിയാണ്. കേരള സർക്കാരാണ് ഒരു കോൺക്ലേവ് സംഘടിപ്പിച്ചിട്ടുള്ളത്. അവിടേക്ക് ക്ഷണിച്ചു വന്നതാണ് പുഷ്പവതി ഉൾപ്പെടെയുള്ള ആ സദസ്സിലുള്ള എല്ലാ ആളുകളും അവിടേക്ക് ക്ഷണിച്ചു വന്നതാണ്. അവിടെ ക്ഷണിച്ചു വരുമ്പോൾ പൊതുജനങ്ങളുടെ ഫണ്ട് ഉപയോഗിച്ച് നടത്തുന്ന ഒരു പൊതു പരിപാടിയിൽ സർക്കാർ ക്ഷണിച്ച് വരുന്ന ആളുകൾക്ക് അവിടെ ഉന്നയിക്കുന്ന ഇത്തരത്തിൽ റിഗ്രസീവായിട്ടുള്ള എന്തെങ്കിലുമൊക്കെ ഒരു പരാമർശങ്ങൾ വരുമ്പോൾ അതിനെതിരെ അവർക്ക് പ്രതികരിക്കാനുള്ള അവകാശമുണ്ട്. അതാരാണ് ക്ഷണിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ സർക്കാരാണ് ക്ഷണിച്ചത്. സർക്കാർ ക്ഷണിച്ചു വന്നതാണ്. പിന്നെ പുഷ്പവതിയെ പോലെയുള്ള ഒരാളെന്ന് പറയുന്നത് ഒരുപക്ഷെ അടൂരിന് അറിയില്ലായിരിക്കാം, പക്ഷേ പുഷ്പവതി കേരളത്തിന് അറിയാം. പുഷ്പവതി സംഗീത നാടക അക്കാദമിയുടെ വൈസ് ചെയർമാനാണ്, പ്രശസ്തയായ ഗായികയാണ്. അവർക്കെന്താണ് സിനിമയിൽ കാര്യമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതൊരു അങ്ങനെ നമുക്കത് അംഗീകരിക്കാവുന്നൊരു ചോദ്യം നല്ലത്. ഈ അടൂരിന്റെ ആ ഒരു വിവാദ പ്രസ്താവന അപ്പോൾ തന്നെ മന്ത്രി എതിർക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായ വേദിയിൽ തന്നെ സിനിമാ മന്ത്രിയായിട്ടുള്ള സജി ചെറിയാൻ പറഞ്ഞു. പിന്നീട് തൊട്ടു പിന്നാലെ ഇന്ന് ചില മന്ത്രിമാർ തള്ളുകയും ചിലർ കൊള്ളുകയും ചെയ്തു. മുകേഷ് MLA പോലുള്ളവർ പിന്തുണച്ച് രംഗത്തെത്തുന്ന ഒരു സാഹചര്യവും ഉണ്ടാകുന്നുണ്ട്. സ്വാഭാവികം. മുകേഷ് MLA അല്ലേ, അപ്പം അദ്ദേഹം പിന്തുണയ്ക്കാന്നുള്ള സ്വാഭാവികം. ഏറ്റവും കടുത്ത സ്ത്രീവിരുദ്ധ നിലപാടുകളും ഒക്കെ പുലർത്തിപ്പോകുന്ന ഒരു മനുഷ്യനാണല്ലോ അദ്ദേഹം. ഒരുപക്ഷെ ഒരു ഇടതുപക്ഷ MLA എന്നുള്ളത് തന്നെ അവകാശപ്പെടാൻ പറ്റുന്ന ആളാണോ എന്ന് പുനർവിചിന്തനം ചെയ്യേണ്ടത് ഇടതുപക്ഷം തന്നെയാണ്. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർ സ്വാഭാവികമായിട്ടും ഒരു പരാമർശം വരുമ്പോൾ ആ പരാമർശത്തിനോട് ആഭിമുഖ്യമുള്ള പ്രവർത്തനങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നവരും ആ പരാമർശത്തോട് ആഭിമുഖ്യമുള്ള മനോനിലയുള്ള ആളുകളും തീർച്ചയായിട്ടും അതിനെ അനുകരിച്ചു രംഗത്ത് വരും എന്നുള്ളത് സ്വാഭാവികമായ കാര്യമാണ്. പക്ഷേ സമൂഹം കുറച്ചുകൂടി പ്രോഗ്രസീവായിട്ട് പോകേണ്ടതാണ്. എല്ലാ ജെൻഡറിനെയും എല്ലാ തരത്തിലുള്ള ആളുകളെയും പാർശ്വവൽക്കരിക്കപ്പെട്ട ആളുകളെയും ഒക്കെ ഉൾക്കൊണ്ടു പോകേണ്ടതാണ് എന്ന് ബോധ്യമുള്ള മന്ത്രിമാരും രാഷ്ട്രീയ പ്രവർത്തകരും സാമൂഹ്യ പ്രവർത്തകരും ഒക്കെ ഇതിനെ നിശിതമായി വിമർശിക്കുകയും ചെയ്യും. സിനിമയെപ്പറ്റി ആദ്യം മുതൽ എല്ലാ കാലങ്ങളിലും ആദ്യകാലങ്ങൾ മുതൽ ഉണ്ടാകുന്ന ഒരു ആക്ഷേപമാണ് സിനിമ സവർണ വിഭാഗത്തിന്റെ കൈവശമാണ്, ഹൈജാക്ക് ചെയ്യപ്പെടുന്ന തരത്തിലാണ് എന്നുള്ള ആ ഒരു വാചകങ്ങളെ ഊട്ടിയുറപ്പിക്കുന്നതായി തോന്നിയോ കഴിഞ്ഞ ദിവസത്തെ അടൂരിന്റെ ഒരു പ്രസ്താവന? തീർച്ചയായിട്ടും. കാരണം എനിക്ക് മനസ്സിലാവാത്തൊരു കാര്യം, NFD ഒരു സ്റ്റേറ്റ് ഫിലിം പ്രൊഡക്ഷന് ഫണ്ട് കൊടുക്കുക എന്ന് പറയുന്നത് കേരളത്തിൽ മാത്രമല്ല, മറ്റ് സ്ഥലങ്ങളിലുമുണ്ട്. നമ്മുടെ കേന്ദ്ര ഗവൺമെൻറ് NFDC ഫിലിം പ്രൊഡക്ഷൻ 50 വർഷമായി ഫണ്ടിങ് ചെയ്യാറുണ്ട്. ആ ഫണ്ടിങ് ചെയ്യുമ്പോൾ അങ്ങനെയാണെങ്കിൽ അതും ടാക്സ് പേയേഴ്സിൽ നിന്നാണല്ലോ ആ ഫണ്ട് ചെയ്യുന്നത്. അപ്പോൾ NFDC അപേക്ഷ വിളിച്ച് ഫണ്ട് കൊടുക്കുമ്പോൾ അതിൽ തിരഞ്ഞെടുക്കുന്ന ആളുകൾക്ക് ട്രെയിനിങ് ആവശ്യമില്ലേ? കാരണം NFDC ഉൾപ്പെടെയുള്ള കേന്ദ്ര സിനിമാ മന്ത്രാലയത്തിൻ്റെയൊക്കെ പല ഫോറങ്ങളിലും ജൂറി ചെയർമാനായും അതല്ലാതെ ഉപദേശക സമിതിയിലൊക്കെ ഉള്ള ആളാണ് അടൂർ ഗോപാലകൃഷ്ണൻ. അപ്പോൾ അദ്ദേഹം ഇത്ര കാലമായിട്ടും NFDC ഇതേപോലെ അപേക്ഷ വിളിച്ച് ആൾക്കാർക്ക് കൊടുക്കുമ്പോൾ അവർക്ക് ട്രെയിനിങ് വേണമെന്ന് ഇതുവരെ ആവശ്യപ്പെടായിരുന്നത് എന്തുകൊണ്ടാണ്? കാരണം അത് പൊതുസമൂഹത്തിനുള്ളതാണ്. ഇവിടെ പട്ടികവർഗ്ഗക്കാർക്കും വനിതകൾക്കും ആയതുകൊണ്ട് അവർക്ക് ട്രെയിനിങ് വേണം. പക്ഷേ അപ്പുറത്ത് പൊതുസമൂഹത്തിന് ഇതേ രീതിയിൽ സ്കീം കൊടുക്കുമ്പോൾ അവർക്ക് വേണമെന്നില്ല. അതൊരു ഇരട്ടത്താപ്പ് തന്നെയാണല്ലോ. അപ്പോൾ അത് ഉദ്ദേശം എന്താണെന്നുള്ളത് വ്യക്തമാണല്ലോ, വളരെ വ്യക്തമാണ്. അദ്ദേഹം പറയുന്നത് താൻ ഇത്രയും കോടികൾ മുടക്കി സിനിമ എടുക്കാറില്ല. താൻ 50 ലക്ഷം രൂപയിൽ മതി ഒരു സിനിമ എടുക്കാൻ, അല്ലെങ്കിൽ ആ ഒരു രീതിയിൽ മതി, ലക്ഷങ്ങൾ മാത്രം മതി. കോടികൾ ഇങ്ങനെ കൊടുക്കുന്നത് അത് കൊടുക്കുമ്പോൾ അതിനാവശ്യമായ ട്രെയിനിങ് വേണം എന്നുള്ളൊരു രീതിയിലാണ് അദ്ദേഹം പറഞ്ഞതെന്നാണ്. അതിനാവശ്യമായ ട്രെയിനിങ്ങൾ ഈ തെരഞ്ഞെടുപ്പ് പ്രക്രിയ വെറുതെ കുറേ ആൾക്കാർക്ക് ഇത് കൊടുക്കുകയല്ലല്ലോ. ഒരു തെരഞ്ഞെടുപ്പിൽ ഞാനും അതിനകത്ത് ജൂറി അംഗമായിരുന്നു. അപ്പോൾ ഒരു ജൂറി അംഗങ്ങൾ ഇരുന്നിട്ട് ഒരു വിദഗ്ധ ജൂറി 5 അംഗ സമിതി ഇരുന്ന്
ഈ തിരഞ്ഞെടുക്കപ്പെട്ട സ്ക്രിപ്റ്റുകൾ വായിച്ച് അതിൽ നിന്ന് സെലക്ട് ചെയ്യപ്പെട്ട ആളുകളെ ഇൻ്റർവ്യൂ നടത്തി അതിൽ നിന്ന് കുറച്ച് വീണ്ടും ഷോർട്ട് ലിസ്റ്റ് ചെയ്ത് ആ ആളുകളെ വീണ്ടും ഇൻ്റർവ്യൂ നടത്തിയിട്ടാണ് ഈ ആൾക്കാരെ തിരഞ്ഞെടുക്കുന്നത്. അവർക്ക് പിന്നീട് ഇന്ത്യയിലെ പ്രശസ്തരായ സംവിധായകർ ഉൾപ്പെടെയുള്ള ആളുകൾ മെൻറ്റർഷിപ്പ് നൽകുന്നുണ്ട്. അതും കഴിഞ്ഞിട്ടാണ് ഈ സിനിമ വരുന്നത്. അല്ലാതെ ഇവർ പറയുന്നത് പോലെ ഈ പറഞ്ഞ ചുമ്മാ എന്നാൽ നിങ്ങളിങ്ങ് വന്നേക്കൂ, പട്ടികക്കാരാണോ ഇങ്ങനെ വന്നൊരു സിനിമ തരാം, 1.5 കോടി തരാം എന്ന് പറഞ്ഞ് കൊടുക്കുന്ന ഒരു പ്രോസസ്സ് അല്ല ഇത്. ഏതാണ്ട് 1 വർഷത്തോളം പ്രോസസ്സ് നടത്തിയിട്ടാണ് ഇത് കൊടുക്കുന്നത്. അപ്പോൾ അങ്ങനെ വന്ന ഒരാൾക്കാർക്ക് പിന്നെന്ത് പരിശീലനമാണ് വേണ്ടത്? ഇദ്ദേഹം ഉദ്ദേശിക്കുന്ന ഒരു പക്ഷേ ഈ ഇൻസ്റ്റിറ്റ്യൂട്ടുള്ളവർ മാത്രമേ സിനിമ ചെയ്യാൻ പാടുള്ളൂ, അതല്ലെങ്കിൽ അത്തരത്തിലുള്ള എന്താ പറയുക ഒരു ആഠ്യരക്തമുള്ളവർക്ക് മാത്രമേ സിനിമ ചെയ്യാൻ പാടുള്ളൂ എന്നുള്ളതാണെങ്കിൽ എനിക്കറിയില്ല, അതായിരിക്കും അദ്ദേഹം ഉദ്ദേശിച്ചതെന്ന് തോന്നുന്നു. നല്ല തിരക്കഥയിലൂടെ മാത്രം സിനിമ പിറക്കുന്നില്ല എന്ന് പറയുമ്പോൾ തന്നെ അദ്ദേഹം പറയുന്ന മറ്റൊരു കാര്യം, ചിലർ അവാർഡുകൾ നേടിയെടുക്കുന്നത് ചില സംവിധായകരിൽ ചില ക്യാമറമാന്മാരെ സ്ഥിരമായി ഉപയോഗിച്ചുകൊണ്ടുള്ള രീതിയിലാണ് എന്ന രീതിയിലും അദ്ദേഹം പറയുകയുണ്ടായി. അദ്ദേഹം സ്ഥിരമായി ക്യാമറമാനെ ഉപയോഗിച്ചുകൊണ്ടിരുന്ന മങ്കട രവിവർമ്മയാണ്. അദ്ദേഹം മരിച്ചു കഴിഞ്ഞപ്പോഴാണ് എം ജെ രാധാകൃഷ്ണൻ 2 സിനിമ ചെയ്തത്. അതിന് മുമ്പുള്ള എല്ലാ സിനിമകളും മങ്കട രവിവർമ്മ വെച്ചിട്ടാണ് അദ്ദേഹം ചെയ്തിട്ടുള്ളത്. അപ്പോൾ അത് അദ്ദേഹത്തിൻ്റെ അനുഭവമായിരിക്കാം. നല്ല ക്യാമറമാന്മാരെ വെച്ചിട്ട് സിനിമ ചെയ്തിട്ട് അതെൻ്റേതാണെന്ന് അങ്ങനെ പറയുന്ന ഒരു നല്ല ക്യാമറമാനെ വെച്ച് ക്യാമറ മാത്രം നന്നായതുകൊണ്ട് സിനിമ നന്നാവില്ലല്ലോ. ചില വാചകങ്ങളിലൂടെ അദ്ദേഹം പറയാതെ പറയുന്നത് ഡോക്ടർ ബിജുവിനെയാണെന്ന് കേൾവിക്കാർക്ക് തോന്നുന്ന രീതിയിലാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ അതെ, അതിന് എനിക്ക് എങ്ങനെ അനുഭവപ്പെട്ടിരുന്നു? അല്ല, എനിക്ക് മനസ്സിലാവാത്തത് അദ്ദേഹം പറഞ്ഞത് ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ അനുഭവമായിരിക്കും. അദ്ദേഹം മങ്കട രവിവർമ്മയെ വെച്ചിട്ട് സിനിമകൾ എടുത്തതിന് ശേഷം അതെൻ്റെ സിനിമയാണ് എന്ന് പറയുന്നത് അദ്ദേഹത്തിന് ചിലപ്പോൾ അതിനകത്തൊരു കുറ്റബോധം ചിലപ്പോൾ ഇപ്പോൾ തോന്നിയിട്ടുണ്ടാവാം. ഒരുപക്ഷെ ഇപ്പോൾ പിന്നോട്ടുള്ള കാലങ്ങൾ ചിന്തിക്കുമ്പോൾ ഒരു കുറ്റബോധം തോന്നിയിട്ടുണ്ടാകും. പക്ഷേ എല്ലാവരും അങ്ങനെ ആവണമെന്നില്ല. എല്ലാവരും നല്ല ടെക്നീഷ്യന്മാരെ ഉപയോഗിക്കാൻ ശ്രമിക്കും. എന്നെ സംബന്ധിച്ചിടത്തോളം ആണെന്നുണ്ടെങ്കിൽ ഞാൻ എം ജെ രാധാകൃഷ്ണൻ എന്ന് പറയുന്നത് വളരെ മികച്ചൊരു ടെക്നീഷ്യനാണ്. എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്താണ്, എൻ്റെ ഒരു ജ്യേഷ്ഠ സഹോദരനാണ്. ഞങ്ങൾ തമ്മിൽ സിനിമയ്ക്കപ്പുറത്ത് ആത്മബന്ധമുള്ളവരാണ്. അതുകൊണ്ടാണല്ലോ ഞങ്ങൾ സിനിമ ചെയ്യുന്നത്. അല്ലാതെ ഒരു ടെക്നീഷ്യൻ കൊണ്ട് മാത്രമല്ലല്ലോ, ആത്മബന്ധം കൂടി ഉള്ളതുകൊണ്ടാണ്. അദ്ദേഹം മരിച്ചതിന് ശേഷം ഞാൻ ഇൻഡിപെൻഡൻറ്റ് ക്യാമറാമാൻ ആക്കിയത് അദ്ദേഹത്തിൻ്റെ മകനെയാണ്. അദ്ദേഹത്തിൻ്റെ മകൻ ഒന്നിച്ചാണ് ഞാൻ കഴിഞ്ഞ 5 സിനിമകൾ ചെയ്തത്. അപ്പോൾ അതിൽ ഏറ്റവും അവസാന സിനിമ താലിൻ പോലെയുള്ള പ്രശസ്തമായ വളരെ വലിയ ഫെസ്റ്റിവലിലേക്ക് പോകുന്ന അദ്ദേഹത്തിൻ്റെ മകനെ ഇൻഡിപെൻഡൻ്റ് ആക്കി ചെയ്ത സിനിമയാണ്. അപ്പോൾ അത് ഞങ്ങൾ തമ്മിലുള്ള ഒരു ബന്ധമൊക്കെയാണ്. ഒരു സിനിമ നന്നാവണമെങ്കിൽ ക്യാമറാമാൻ മാത്രമോ ഡയറക്ടർ മാത്രമോ നന്നായിട്ട് കാര്യമില്ല. അതിനകത്ത് പ്രവർത്തിക്കുന്ന എല്ലാ സാങ്കേതിക പ്രവർത്തകരെയും ഫലപ്രദമായി ഉപയോഗിക്കാൻ ആ സംവിധായകനാവണം, നല്ല തിരക്കഥയുണ്ടാവണം. അങ്ങനെയൊക്കെ ഇപ്പം നല്ല ക്യാമറമാന്മാർ എത്രയോ പേരുണ്ട് നമുക്ക്. അവർ സിനിമ ചെയ്തു എന്നുള്ളതുകൊണ്ട് എല്ലാ സിനിമകളും നന്നാവുന്നില്ലല്ലോ. നല്ല ഡയറക്ടർമാർ എത്രയുണ്ട്, അവർ ചെയ്യുന്ന സിനിമകളെല്ലാം നന്നാവുന്നില്ലല്ലോ. അപ്പോൾ ഇതെല്ലാ ഘടകങ്ങളും കൂടി ഒന്നിച്ചു വരുമ്പോഴാണ് ആ സിനിമകൾ നന്നാവുന്നത്. മറ്റൊന്ന്, ഇത്തവണത്തെ ദേശീയ പുരസ്കാരത്തിൽ നമ്മൾ പ്രതീക്ഷിച്ച ഒരു പേരായിരുന്നു ആടുജീവിതം. പരിഗണിക്കപ്പെട്ടെങ്കിലും അതിൽ നിന്നും പിന്നോട്ട് പോവുകയും ഉള്ളൊഴുക്ക് പോലുള്ള സിനിമകൾ വരികയും പൂക്കാലം പോലുള്ള സിനിമകൾക്ക് അവാർഡ് കിട്ടുന്ന ഒരു സാഹചര്യവുമുണ്ട്. അത് ജൂറിയുടെ ഒരു പെർസ്പെക്റ്റീവാണ്. ഇപ്പോഴും നമ്മളിപ്പോൾ സ്റ്റേറ്റ് അവാർഡ് കിട്ടുന്ന സിനിമകൾക്ക് നാഷണൽ അവാർഡ് കിട്ടിക്കൊള്ളണമെന്നില്ല, നാഷണൽ അവാർഡ് കിട്ടുന്ന സിനിമകൾക്ക് സ്റ്റേറ്റ് അവാർഡ് കിട്ടിക്കൊള്ളണമെന്നില്ല. എനിക്ക് തന്നെ സ്റ്റേറ്റ് അവാർഡ് കിട്ടിയിട്ടില്ല, നാഷണൽ അവാർഡുകളാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ അതാത് ജൂറികളുടെ ഒരു പെർസ്പെക്റ്റീവാണ്. അത് നമ്മൾ ഇവിടെ കിട്ടിയതുകൊണ്ട് അവിടെയും കിട്ടിക്കൊള്ളണം എന്ന് വിചാരിക്കുന്നതിലൊന്നും അർത്ഥമില്ല. മാത്രമല്ല, നമുക്ക് എപ്പോഴും സ്റ്റേറ്റിലാവുമ്പോൾ സ്റ്റേറ്റിലുള്ള സിനിമകളാണ് എല്ലാ സിനിമകളും നമുക്കറിയാം. പക്ഷേ നാഷണൽ ലെവൽ വരുമ്പോഴേക്കും നമുക്കൊരു 350 സിനിമകളാണ് വരുന്നത്. മറ്റ് പല ഭാഷകളിൽ നിന്നും നമ്മൾ പോലും കേട്ടിട്ടില്ലാത്ത സിനിമകളൊക്കെയാണ് വരുന്നത്. അപ്പോൾ അവയുമായിട്ടുള്ള കോമ്പറ്റീഷനൊക്കെ പ്രധാനമാണ്. അപ്പോൾ നമ്മളിവിടെ നല്ലതെന്ന് വിചാരിക്കുന്ന ഒരു സിനിമയേക്കാൾ മികച്ച സിനിമ മറ്റ് പല ഭാഷകളിൽ നിന്നും വന്നിട്ടുണ്ടാവാം, അങ്ങനെയൊക്കെ ഉണ്ടാവാം. പിന്നെ ജൂറി ചിലപ്പോൾ ജെന്യുവിനായിട്ടുള്ള ജൂറി ആവാം, ചിലപ്പോൾ മറ്റ് താല്പര്യങ്ങളുള്ള ജൂറി ആവാം. പുരാൻ പോലെയുള്ളതിൻ്റെ ഒരു പശ്ചാത്തലത്തിലായിരിക്കും പുരാൻ പോലെ. അല്ല, അങ്ങനെയൊന്നും ഞാൻ വിചാരിക്കുന്നില്ല. അങ്ങനെ ആയിരിക്കണമെന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. കാരണം ഞാൻ പറഞ്ഞല്ലോ, ഒരു നാഷണൽ അവാർഡിൽ നമ്മളിവിടെ മികച്ചതെന്ന് വിചാരിക്കുന്നതിനെക്കാട്ടിലും മികച്ച സിനിമകൾ ഒരു 350 സിനിമകളല്ലേ വരുന്നത്. അതിൽ ഭൂരിപക്ഷം സിനിമകളും നമുക്കാർക്കും അറിയില്ല, നമ്മൾ കണ്ടിട്ടില്ല. അപ്പോൾ എത്രയും മികച്ച സിനിമകളുണ്ടാവാം. അതുകൊണ്ട് നമ്മളിവിടെ മികച്ചത് എന്ന് പറയുന്നത് ചിലപ്പോൾ അതിനേക്കാൾ മികച്ച സിനിമകൾ മറ്റു ഭാഷകളിൽ നിന്ന് വരാം. ചിലപ്പോൾ വേണമെങ്കിൽ മനഃപൂർവ്വം ചില സിനിമകളെ മാറ്റി നിർത്താം. അങ്ങനെയൊക്കെ സംഭവിക്കും. അതൊക്കെ ജൂറിയുടെ ഒരു പെർസ്പെക്റ്റീവാണ്. നമ്മളൊരു ജൂറി എന്ന് പറയുമ്പോൾ അത് അവരുടെ ഒരു തീരുമാനമാണ്. അതിനോട് നമുക്ക് യോജിക്കുകയും വിയോജിക്കുകയും ഒക്കെ ചെയ്യാം എന്നുള്ളത് മാത്രമേ ഉള്ളൂ. പക്ഷേ തീരുമാനം അവരുടേതാണ്. വിജയരാഘവൻ പരിഗണിക്കപ്പെട്ടപ്പോൾ അദ്ദേഹത്തിൻ്റെ ബന്ധു ആ ജൂറിയിൽ ഉണ്ടായിരുന്നു എന്ന തരത്തിലുള്ള ചില കാര്യങ്ങൾ ഇപ്പോൾ പറയപ്പെടുന്നുണ്ട്. ആ ജൂറി മെമ്പറായിട്ടുള്ള അങ്ങനെ മെമ്പറാവാൻ പാടില്ല, ഏതെങ്കിലും തരത്തിലുള്ള ബന്ധം വരുന്ന ആളുകൾ ജൂറിയിൽ ഉണ്ടാകാൻ പാടില്ല എന്ന തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന ചട്ടങ്ങളുണ്ടെന്നാണ് പറയുന്നത്. പക്ഷേ അത് ഈ രീതിയിൽ സ്വാധീനിക്കപ്പെട്ടതാകാമെന്നുള്ളൊരു ചില ആക്ഷേപങ്ങളുണ്ട്.
അതാ അതിൻ്റെ നാഷണൽ അവാർഡിൻ്റെ ജൂറിയുടെ ഒരു കോൺസ്റ്റിറ്റ്യൂഷനിൽ ജൂറി അംഗമായിട്ട് നമ്മളുമായി ബന്ധപ്പെട്ട ആൾക്കാർ, അതായത് നമ്മൾ ആ സിനിമയിൽ പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ ആ സിനിമയുടെ ആൾക്കാരുമായിട്ട് നമുക്ക് ബന്ധമുണ്ടെങ്കിൽ, ബ്ലഡ് റിലേഷൻ ഉണ്ടെങ്കിലാണ് നമുക്കതിൽ പങ്കെടുക്കാൻ പറ്റായിരിക്കും. ഇപ്പോൾ അച്ഛൻ, അമ്മ, അല്ലെങ്കിൽ മകൻ, മകൾ അവരൊക്കെ ആണെങ്കിൽ. അതല്ലാതെ ഉള്ള ഡിസ്റ്റൻറ്റ് റിലേറ്റീവ്, സഹോദരൻ, അങ്ങനെയൊക്കെ ആണെങ്കിലാണ്. അല്ലാതെ ഇപ്പോൾ മറ്റുള്ള അമ്മാവൻ്റെ മകൻ അല്ലെങ്കിൽ അമ്മായിയുടെ മകൻ എന്നൊക്കെ പറഞ്ഞിട്ട് ആ ഒരു രീതിയിലേക്കുള്ള ഡിസ്റ്റൻറ്റ് റിലേറ്റീവ്സിനൊന്നും ആ പ്രശ്നമില്ല. പിന്നെ നമ്മൾ ആ സിനിമയെ, ആ ജൂറി അംഗം ആ സിനിമയുമായി നേരിട്ട് യാതൊരു ബന്ധവും ഉണ്ടാവാൻ പാടില്ല. ഇത്ര മാത്രമേ ഉള്ളൂ. അതല്ലാതെ ബന്ധുക്കൾ പാടില്ല എന്നുള്ളതൊന്നും അങ്ങനെ നിയമത്തിലില്ല. ഏതായാലും സിനിമാ കോൺക്ലേവിൽ അടൂർ ഗോപാലകൃഷ്ണൻ ഉയർത്തിവിട്ട വിവാദങ്ങളോട് പ്രതികരിക്കുകയായിരുന്നു, തൻ്റെ നിലപാടുകൾ വ്യക്തമാക്കുകയായിരുന്നു ഡോക്ടർ ബിജു. ക്യാമറമാൻ സഞ്ജയ് ഇക്ബാലിനൊപ്പം സുജിത് സുരേന്ദ്രൻ, 24.